നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം കസാഖിസ്ഥാനിൽ തകർന്നു വീഴുന്നതിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ സത്യത്തിൽ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന ഞെട്ടലോടുകൂടി ലോകം കേൾക്കുകയാണ്. വിമാനം തകരുന്നതിന് മുൻപ് യാത്രക്കാർ പരിഭ്രാന്തരാകുന്നതും വിമാനം തകർന്നടിഞ്ഞതിനു ശേഷമുള്ള ദൃശ്യവുമാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. യാത്രക്കാരിൽ ചിലരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അപകടത്തിന്റെ ഭീകരത വെളിവാക്കുന്ന തരത്തിലായിരുന്നു ഈ ദൃശ്യങ്ങൾ. ബംഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. 67 യാത്രക്കാരും 5 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. 38 പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 29 പേരെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ വിമാനത്താവളത്തിന് അഖൌ വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത്. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം അഖൌ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അപകടത്തിന് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ നിലത്ത് ഇടിച്ചിറങ്ങി വിമാനം അഗ്നിഗോളമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വിമാനം തകർന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം നിലവിൽ വന്നത്. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഈ ലാൻഡിങ്ങിനിടെ വിമാനം തകർന്നു വീണുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് 38 പേരെന്ന സ്ഥിരീകരണം ഏറ്റവും ഒടുവിൽ വരുമ്പോൾ 29 പേരെ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തിയെന്ന റിപ്പോർട്ടും വരികയാണ്. അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ലാൻഡ് ചെയ്യാൻ വിമാനം നിലത്ത് മുട്ടിയെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം തകരുകയും പിന്നീട് തീ പടരുകയുമായിരുന്നു. 67 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. റഷ്യയിലേക്ക് പറക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. എംപയർ 190 എന്ന വിമാനം അസർബൈജാനിലെ ബാങ്കുവിൽ നിന്ന് റഷ്യൻ നഗരമായ ഗ്രോസിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. അതേസമയം അപകട കാരണം എന്തെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നും പക്ഷി ഇടിച്ചതിനെ തുടർന്നും വിമാനം അക്തുവിലേക്ക് വഴിതിരിച്ച് വിട്ടു എന്ന 2 രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അക്തു നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചതിന് പിന്നാലെയാണ് വിമാനം തകർന്നു വീണത്. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനത്തിന്റെ ഗതി മാറ്റിയതെന്നും അപകടത്തിന്റെ കാരണം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറയുന്നു. അഗ്നിഗോളമായി വിമാനം നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. താഴ്ന്നു പറന്ന വിമാനം നിലത്തു തട്ടിയ ശേഷമാണ് തീപിടിച്ചത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി കസാഖ് എമർജൻസി മന്ത്രാലയം അറിയിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു. അസർബൈജാനിലെ ബാങ്കു വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രക്കിടെ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൂടൽമഞ്ഞ് കാരണം വിമാനം ഇവിടേക്ക് വഴിതിരിച്ചു വിടുന്നതായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വിമാനം ലാൻഡ് ചെയ്തതിന്റെയും കത്തി അമരുന്നതിന്റെയും വിദൂര വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്.